ബ്ലോക്ക് പഞ്ചായത്തും BRC പേരാമ്പ്രയും സംയുക്തമായി LSS, USS, NMMS ജേതാക്കൾക്ക് അനുമോദനവും 2 മില്യൺ പ്ലഡ്ജ് ബ്ലോക്ക് തല ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. VV ദക്ഷിണാമൂർത്തി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NP ബാബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ചേർന്നുകൊണ്ട് വളരെ വിപുലമായ ജനകീയ ക്യാമ്പയിനാണ് 2 മില്യൺ പ്ലഡ്ജ് എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ന് 11:30 മണിക്ക് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കോഴിക്കോട് ജില്ലയിലെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ വിവിധ കേന്ദ്രങ്ങളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ലഹരിക്കെതിരെയുള്ള വിപുലമായ ഒരു പ്രതിജ്ഞ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു പരിപാടിയിൽ അതോടൊപ്പം തന്നെ പേരാമ്പ്ര ബ്ലോക്ക് പരിധിയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ LSS, USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങുമാണ്. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും അദ്ദേഹം ചൊല്ലിക്കൊടുത്തു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ അതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ഗൗരവപൂർവ്വം പ്രതിജ്ഞയെടുക്കുന്നു. വ്യക്തിയുടെ ആരോഗ്യവും കുടുംബങ്ങളുടെ സന്തോഷവും ഇല്ലാതാക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരായ പോരാട്ടവും അവരുടെ കുടുംബങ്ങളും ഉൾക്കൊള്ളുന്നു. ലഹരി ഉപയോഗം ഇരുട്ടിലേക്ക് ജീവിത ലഹരിയുടെ വെളിച്ചത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കും. ബ്ലോക്ക് വികസന സമിതി ചെയർപേഴ്സൺ K. സജീവൻ അധ്യക്ഷത വഹിച്ചു. നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ദീപ്നിയ മുഖ്യാതിഥിയായി. LSS, USS, NMMS ജേതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ്, ബ്ലോക്ക് ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ PK രജിത, പഞ്ചായത്ത് അംഗങ്ങളായ KK വിനോദൻ, PT അഷ്റഫ്, പ്രഭാശങ്കർ, ഗിരിജ ശശി, AEO KV പ്രമോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. BPO K. ഷാജിമ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ലിസി നന്ദിയും പറഞ്ഞു. BRCയുടെ നേതൃത്വത്തിൽ സൂംബ നൃത്തവും അവതരിപ്പിച്ചു. സുബിത അനിൽ, പ്രൊവിഷൻ ന്യൂസ്, പേരാമ്പ്ര.